ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ? ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അൽഹംദുലില്ലാ, സുഖമായിട്ട് പോണു. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. വെറും ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ്. വലിയ സംഭവമായിട്ടൊന്നുമില്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ തട്ടിക്കൊട്ടി ഒരു ചെറിയ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ, ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ആരാണ്, നമ്മളുടെ ഫാമിലി എന്താണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. എൻ്റെ പേര് അഫ്സിന. എന്നെ അഫ്സി എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് 2 പൊന്നു മക്കളുണ്ട്, മനു, ദിനു. അവരുടെ ശരിക്കും പേര് മാസിൻ മാഹിർ എന്നാണ്. വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേരാണ് മനു, ദിനു. എൻ്റെ വായിൽ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക മനു, ദിനു എന്നായിരിക്കും. പിന്നെ എനിക്ക് ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡിൻ്റെ പേര് മജ്നാസ് എന്നാണ്. ഇപ്പം ഞങ്ങളുടെ കൂടെ ഇല്ല, ആൾ അബ്രോഡിലാണ്, അവിടെ വർക്ക് ചെയ്യാണ്. പിന്നെ ഞാനും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആയുർവേദ നേഴ്സിംഗ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് എന്താണ്, ഇപ്പം റീസെൻ്റ്ലി ഞാൻ കുറച്ച് ആയിട്ട് ലീവിലാണ്. ഒരു കാരണം എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. പിന്നെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം. എനിക്ക് ബ്രെയിനിൽ ചെറിയ 2 ട്യൂമറുണ്ട്. ക്യാൻസറസ് ഒന്നുമല്ല, പക്ഷെ അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സർവൈവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫാണ്. അത് നിങ്ങൾ ആർക്കെങ്കിലും ഇൻസ്പയർ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗൊക്കെ എടുക്കുന്നതും നിങ്ങളടുത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. അപ്പോൾ ഞാനിതാ പല്ലൊക്കെ തേച്ചു ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ മണി പ്ലാന്റിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ടെന്നൊക്കെ കാണുന്നത്. ആദ്യം ഞാൻ മണി പ്ലാന്റൊക്കെ ഇതുപോലെ ഇങ്ങനെ വെക്കാറുണ്ടായിരുന്നു. അതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ലായിരുന്നു കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി വീക്ക്ലി വൺസെങ്കിലും അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്ന്. വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വെക്കാറ്. അപ്പം ഞാനിതിപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് കാണാനുണ്ട് കേട്ടോ. നന്നായിട്ട് പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഇന്ന് ചായ വെച്ചു. എന്നും ഞാൻ കട്ടൻ ചായയാണ് ഉണ്ടാക്കാറ്. എന്ന് ഞാൻ പാൽ ചായ വെച്ചിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഉമ്മ പാൽ ചായ കുടിച്ചിട്ട് കുറേ ആയല്ലോ, ഉമ്മ എന്താ ഇപ്പോൾ പാൽ ചായ ഒന്നും ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പാൽ ചായ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ രാവിലത്തേക്ക് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. സാധാ നീർദോശ. നമ്മളുടെ അരിപ്പൊടി, വെള്ളം, ഉപ്പ്, വെളിച്ചെണ്ണ, അത്രയും സംഭവങ്ങൾ മാത്രം സെറ്റാക്കി എടുത്തിട്ടുള്ള ബാറ്റർ വെച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കുന്നത്. ഇതാകുമ്പോൾ എളുപ്പമാണ്, ആശാമാർക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ പൊതുവേ നമ്മളിങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന പേരൻസിനൊക്കെ എളുപ്പപ്പണിയായിരിക്കും ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ആശാമാർക്ക് ചായയൊക്കെ കൊടുത്ത് അവരെ വേഗം മദ്രസയിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ. ഇവരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പിന്നെ നമ്മളുടേതായ ലോകമായല്ലോ. ഇത് ഞാൻ നമ്മളുടെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഞാനിതിൽ സോപ്പും വെള്ളവും പിന്നെ കുറച്ച് പുൽത്തൈലും കൂടെ ഡ്രോപ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. നമ്മളുടെ ടേബിളിൽ എപ്പോഴും നമ്മൾ കഴിച്ചതിൻ്റെ മീനിൻ്റെ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ സ്മെല്ല് കിടക്കും. അത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കായിരിക്കും പെട്ടെന്ന് കിട്ടുക. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ പുൽത്തൈലം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെന്താ, നമ്മളിതൊക്കെ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. പെട്ടെന്ന് കഴിയുകയും ചെയ്യും കേട്ടോ. ആദ്യം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളൊരു പ്ലാൻ നമുക്കുണ്ടാവണം ഇങ്ങനത്തെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പം. അതിൻ്റെ കൂടെ നമ്മളുടെ ഡെയിലി റൊട്ടീനും പോകണ്ടേ, ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ഇതും കൂടെ ബാലൻസ് ചെയ്ത് പോകണമെങ്കിൽ നമുക്കൊരു പ്ലാനിങ് അത്യാവശ്യമാണ്. അതെ, ഞാൻ പിന്നെ നമ്മളുടെ സോഫയൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അകമൊക്കെ അടിച്ച് വരുന്നതിന് മുന്നേ ആയിട്ട് സോഫയും ബെഡും ഒക്കെ ഒന്ന് നന്നായിട്ട് തട്ടിക്കുടഞ്ഞ് വെക്കുന്നത് നല്ലതാണ്. ഇത് നമ്മൾ രാത്രിയിൽ കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ ബെഡൊക്കെ ഒന്ന് തട്ടി വിരിച്ചിടണം. പിന്നെന്താ, നമ്മളിങ്ങനെ ഓരോ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തെങ്കിലും മേക്ക് ഓവറൊക്കെ ചെയ്താലോ എന്നുള്ളൊരു ഐഡിയാസൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിലും ചെറിയ ഐഡിയാസൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്ന വീഡിയോയിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ.
അപ്പോൾ ഒന്നായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അറിയാലോ നിങ്ങൾക്ക് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു പോകലാണ് ഞാൻ. ഒന്നായിട്ടൊരു ദിവസമായിട്ട് എടുക്കാറില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമ്മളെ ഹെൽത്തും കൂടെ നോക്കിയിട്ട് നമ്മളുടെ ഹെൽത്തിന് പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യാവൂ. എന്താ ഇപ്പം ഞാനിതാ വീട്ടിലുള്ള തോർത്തുമുണ്ടൊക്കെ എടുത്തിട്ട് ഒരു പഴയ പാത്രത്തിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ സോപ്പ് പൊടിയിലിട്ടിട്ട് നന്നായിട്ട് അലക്കാനിട്ടാൽ എന്താ നന്നായിട്ട് ചളിയും പോവും. അതിൻ്റെ മുകളിൽ കിടന്ന് പണിയേണ്ട ആവശ്യവും വരില്ല കേട്ടോ. പെട്ടെന്ന് ചളിയൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ടിരിക്കും. വെള്ളയായിട്ട് പുതിയ തോർത്ത് പോലെ ഇരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ആ ലിക്വിഡ് ഞാൻ നമ്മളുടെ ഈ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കിയിട്ട് തുടച്ചെടുക്കുകയാണ്. ഈ ഫ്രിഡ്ജിന് നല്ല പ്രായമുണ്ട്. എൻ്റെ വീട്ടിലെ ഫസ്റ്റ് ഫ്രിഡ്ജാണ്. അപ്പോൾ എന്താ അതിൻ്റെതായ ഒരു പ്രായം ഈ ഫ്രിഡ്ജിന് കാണും. ഞങ്ങൾ ആദ്യം ഒരു ഫ്ലാറ്റിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ വീട് പണീൻ്റെ സമയത്ത്. ആ ടൈമിൽ അവിടെ ഫ്രിഡ്ജില്ലായിരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് വീട്ടിലുണ്ടായിരുന്ന പഴയ ഫ്രിഡ്ജൊന്ന് റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല പുലിയായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വരണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങളിത് മാറ്റിയില്ല. ഇനി എന്തെങ്കിലും ഇതിന് കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. ഒരു സെൻറ്റിമെൻ്റൽ സംഭവം കൂടാണ്, അതുകൊണ്ടാണ് ഇത് ഒഴിവാക്കാത്തത്. പിന്നെ എന്താ ഞാൻ അതിൻ്റെ മേലെ കുറേ കാലമായിട്ട് നമ്മളുടെ ഒരു എക്കോറിയും അതിനകത്ത് കുറച്ച് സ്റ്റോൺസൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ മീനൊക്കെ ചത്തുപോയതായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കല്ലൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആ എക്കോറി അതിൻ്റെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മോന് വീണ്ടും ആ കല്ലൊക്കെ എടുത്ത് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതായിരുന്നു. പിന്നെ റെഡിയാക്കാം, പിന്നെ വൃത്തിയാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതവിടെ കിടന്നു പോയി. പിന്നെ ഇനി ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇപ്പം തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കുക. അങ്ങനെ അവിടെ കിടക്കുന്ന എന്തോ ഒരു വൃത്തികേടായിട്ട് തോന്നി. കാരണം വെള്ളമുള്ള സമയത്ത് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം വെള്ളമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ എന്തോ ഒരു വൃത്തികേട് ഫീൽ ചെയ്ത് അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്ത് ഈ സ്റ്റോണൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ഭംഗിയുള്ള സ്റ്റോൺസാണ്, ഒരുപാട് കളേഴ്സൊക്കെയുള്ള. അപ്പോൾ ഞാൻ ഇത് വെച്ച് ചെറിയൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ഐഡിയാസ് വരുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈ സ്റ്റോൺസ് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ തോന്നി. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ എക്കോറിയം നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് വേണം ഇത് ആശാന്മാർ കാണാത്തൊരിടത്ത് ഇനി കൊണ്ടുവെക്കാൻ. അല്ലെങ്കിൽ ഇത് വെച്ച് ഇനിയും എന്തെങ്കിലും പരിപാടിയൊക്കെ ഒപ്പിച്ച് വെക്കും. അപ്പം ഞാൻ ഇത് കഴുകിയിട്ട് മേളിലൊരു റൂമുണ്ട്, ആ റൂമിനകത്ത് ഞാൻ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നമ്മളുടെ സ്റ്റോണൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കഴുകി എടുത്തിട്ടേ ഉള്ളൂ. സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ ചിലപ്പോൾ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഫിഷിന് വേണ്ടിയിട്ട് ഈ സ്റ്റോൺ യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ ഫിഷ് ചത്തുപോയാലോ എന്നുള്ള പേടിയായിരുന്നു. ഞാൻ സ്റ്റോണ് സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ. അതിങ്ങനെ പ്ലെയിനായിട്ട് ഉള്ള വാട്ടറിൽ നമ്മളിന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുള്ള കല്ലുകളാണ് കേട്ടോ, പല പല ഷേപ്പിലുള്ള സ്റ്റോൺസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോഴാണ് ഇത് വെച്ച് ഒരു ചെറിയ പരിപാടിയൊക്കെ ചെയ്തെടുക്കാം എന്ന് തോന്നിയത് കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഡൈനിങ്ങിലുള്ള കബോർഡ്സൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇന്ന് ഞാൻ കിച്ചണിലെ കബോർഡ്സ് ഒന്നും ക്ലീൻ ചെയ്യുന്നൊന്നുമില്ല, അത് കുറച്ച് ഡെപ്തായിട്ട് ചെയ്യാൻ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇന്ന് ഞാൻ പോകുന്നതല്ല കേട്ടോ. ഇവിടെ പിന്നെ വലിയതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ കബോർഡ്സിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നമ്മൾ ബേസിന് തൊട്ടടുത്തായതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ തെറിച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യാറ് കേട്ടോ, ഒരുപാട് വിഷമമൊക്കെ ഉള്ള സമയത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഞാൻ എന്തോ ഇപ്പോൾ ചെയ്തു, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്നിട്ടാണ് ഞാൻ ചുമ്മാ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ള. എനിക്കിങ്ങനെ ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ആ ഒരു വൃത്തിയും ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ നിർവൃത്തി അണിയുമ്പോൾ എന്തോ ഒരു സുഖമാണ് കേട്ടോ. നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മളുടെ സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ കുറച്ചൊക്കെ ചേഞ്ച് ആവും. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. എന്തിനാ നമ്മളിങ്ങനെ ഓരോ കാര്യത്തിൻ്റെ പിന്നാലെ പോയിട്ട് അതിലിങ്ങനെ സ്ട്രെസ്സായിട്ട് ഇരിക്കുന്നത്. നമ്മളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിപ്പോൾ അസുഖമായാലും പിന്നെന്താ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഇങ്ങനെ നടന്നു പൊക്കോട്ടെ അതിൻ്റെ വഴിക്ക്. നമ്മളുടെ വഴിക്കും ഇങ്ങനെ പോവുക.
പിന്നെന്താ, ഞാൻ അതിനിടയ്ക്ക് ആശാമാരുടെയും എൻ്റെയൊക്കെ വൈറ്റ് ഷൂസ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളൊന്ന് രാത്രി പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അന്നേരം ഇട്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇത് നമ്മൾ കറക്റ്റ് സമയത്ത്, അതായത് നമ്മളുടെ യൂസ് കഴിഞ്ഞാൽ, ഞാൻ സാധാരണ വൈറ്റ് ഷൂസൊക്കെ 2 ടൈംസേ ഇടുള്ളൂ. അപ്പോഴേക്കും അതിൻ്റെ തനി സ്വരൂപം പുറത്തേക്ക് വരും. പിന്നെ ഞാൻ വേഗം ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കും കേട്ടോ. നമ്മൾ നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ നേരമായിരിക്കും നമ്മളുടെ ഷൂവും ചെരുപ്പൊക്കെ എടുത്ത് നോക്കുന്നത്. അപ്പോൾ അത് ക്ലീൻ അല്ല എന്നാണെങ്കിൽ നമ്മളുടെ സകല കോൺഫിഡൻസും പോകും. അത്രയും മേക്കപ്പ് ഇട്ടതിൻ്റെ കാര്യം തന്നെ പോയി കിട്ടും. അപ്പം ഞാനത് ഡിലേ ആക്കാറില്ല. ആ ടൈമിന് തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ മുറ്റത്തൊക്കെ നന്നായിട്ട് പുല്ല് മുളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു സൈഡ് ക്ലീൻ ചെയ്തെടുക്കാം. അതായത് എനിക്ക് ഫുള്ളായിട്ട് ഇരുന്ന് ക്ലീൻ ചെയ്യാൻ പറ്റൂല. എനിക്ക് ഒരുപാട് സമയം തല കുനിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പണി കിട്ടും കേട്ടോ. പണി കിട്ടിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഇതുപോലെയൊക്കെ ചെയ്തൊരു സമയത്ത് എനിക്ക് പെട്ടെന്ന് തല ഇറങ്ങി. അന്നേരം ഫസ്റ്റ് ടൈമാണ് എനിക്കത് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ലല്ലോ അങ്ങനെയൊക്കെ തല കുനിച്ച് വെച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതറിയാണ്ട് ചെയ്തതുകൊണ്ട് എനിക്കെന്താ, അന്ന് തല കറങ്ങി പൾസൊക്കെ ഡൗൺ ആയി. അതിന് ശേഷം ഡോക്ടർ പറഞ്ഞ് തല കുനിച്ച് ഒരുപാട് സമയമൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാനിരിക്കല്ലേ, പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അത് ചെയ്തിട്ടില്ലായിരുന്നു. അടിച്ച് വാരാൻ വരെ നിന്നിട്ടുള്ള ചൂലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പതുക്കെ അത് മാറ്റി. പക്ഷെ മുറ്റടിച്ച് വാരാൻ ഇപ്പോഴും നിന്നിട്ടുള്ള ചൂലൊക്കെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനിയിപ്പം മറ്റേ സാധാ ചൂല് കുറച്ച് ഹൈറ്റ് ഉള്ളതുണ്ട്, അത് യൂസ് ചെയ്യുകയാണെങ്കിലും ഞാൻ നിർത്തിയേ അടിച്ച് വാരാറുള്ളൂ കേട്ടോ. ഒരേ നിപ്പ് നിന്ന് അടിച്ച് വാരി എനിക്ക് പെട്ടെന്ന് കണ്ണിലേക്ക് ഇരുട്ട് കയറും. തല ഇറങ്ങുന്നതാണ്, വേറൊന്നുമല്ല. അപ്പം ഞാൻ ഇതാ ഒരു സൈഡ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ചായിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും എൻ്റെ ഹെൽത്ത് നോക്കിയിട്ടുള്ള പരിപാടി ഞാൻ എടുക്കുള്ളൂ. കാരണം ഞാൻ ഒറ്റക്കാണ്. അപ്പം നമ്മളെ കാര്യം കൂടെ നോക്കുക, പക്ഷേ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണമല്ലോ. പിന്നെ നമ്മളുടെ കഴുകി വെച്ച ഷൂ ഒക്കെ ഞാൻ എടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോൺസും വെയിലത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നൊരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരെ ബൈ.